പ്രദീപ് നെഞ്ചേരി. ഇന്ന് 5 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. ഒന്ന് കേട്ടു നോക്കൂ. അകത്തടി. ആദ്യം അകത്തടി പഴയ കാലത്ത് സമയം അറിയാൻ വേണ്ടി നിഴല് അളന്നിട്ട് സമയം അറിയണ ഒരു രീതിയുണ്ട്. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ സൂര്യൻ ഉദിച്ച ആ സമയം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്താവും നിഴലിന് ഏറ്റവും നീളം കൂടുക. അപ്പൊ അതിന് കാലിന്റെ അടി കൊണ്ട് ഇത്ര അടി, കാലുകൊണ്ട് ഇത്ര അടി, ഇത്ര വിരല്, അങ്ങനെ ഒരു കണക്ക്. പിന്നെ അത് കുറേശ്ശെ കുറഞ്ഞ് ഉച്ചയ്ക്ക് കറക്റ്റ് നട്ടുച്ചയാകുമ്പോൾ ഈ നിഴല് തീരെ കാണില്ല. അതാണ് കറക്റ്റ് നട്ടുച്ച സമയം. അപ്പോൾ ഓരോ നാഴിക ഇടയ്ക്കും ഇത്ര അടി അങ്ങനെ ഒരു അളവ് വെച്ചിട്ടാണ് അത് കണക്കാക്കുക. നട്ടുച്ചയാകുമ്പോൾ ഒട്ടും നിഴല് നീളം ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നിഴല് കുറേശ്ശെ കൂടി അസ്തമിക്കണോടുകൂടി ആ സമയത്ത് നിഴലിന് ഏറ്റവും നീളം കൂടും. അപ്പോൾ അത് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഈ അകത്തടി എന്ന് പറഞ്ഞാൽ ഉദിച്ചിട്ട് ഇത്ര നാഴികയായി അളന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കില്ലേ. അപ്പോൾ അതിനാണ് അകത്തടി എന്ന് പറയുക. പിന്നെ ഉച്ച തിരിഞ്ഞ് കണക്കാക്കും. ഉച്ച തിരിഞ്ഞ് ഇത്ര നാഴിക ആകുമ്പോൾ ഇത്ര അടി, ഇത്ര നാഴിക ആകുമ്പോൾ ഇത്ര അടി, അങ്ങനെ അളന്ന് പറയണതിന് പുറത്തടി എന്നാണ് പറയും. അപ്പോൾ അതാണ് അകത്തടിയും പുറത്തടി. പഴയ കാലത്ത് ഒരു നിഴലളന്ന് സമയം കണ്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായമാണ്. പിന്നെ അകനാള് എന്ന് പറയും. അകനാള് എന്ന് പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം. അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള 3 നാളുകളും അകനാള് എന്നാണ് പറയുക. സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ ഞാറ്റുവേല എന്താണെന്ന് നോക്കുക. ഇപ്പൊ തിരുവാതിര ഞാറ്റുവേലയാണെങ്കിൽ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം തിരുവാതിരയാണ്. പുണർദം ഞാറ്റുവേലയാണെങ്കിൽ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം പുണർദമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഈ 4 നാളും അകനാള് എന്നാണ് പറയുക. തിരുവാതിര ഞാറ്റുവേലയിൽ തിരുവാതിര, പുണർദം, പൂയം, ആയില്യം. അത് കഴിഞ്ഞ് മകം, പൂരം, ഉത്രം, ഈ നാളിനെ പുറം നാള് എന്നാണ് പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ അകനാളിലാണ് വരണതെന്ന് വെച്ചാൽ അതിൻ്റെ ദോഷം തീർക്കണം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അധിമാസം എന്ന് വെച്ചാൽ സാധാരണ ചാന്ദ്രമാസം 12 മാസമാണ് ഒരു വർഷത്തിൽ. പക്ഷേ ഈ ദക്ഷിണായനം, ഉത്തരായനം ഇതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഒരു മാസം കൂടുതലുണ്ടാകും. അപ്പൊ അതിനാണ് ഈ ചാന്ദ്രമാസങ്ങൾ അധിമാസം എന്ന് പറയുക. അപ്പൊ ഈ അധിമാസത്തിന്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ അധിമാസമാണെങ്കിൽ ആ മാസത്തിൽ 2 കറുത്ത വാവുണ്ടാവും. അതാണ് അധിമാസത്തിന്റെ പ്രത്യേകത. പിന്നെ അനുജന്മം എന്ന് വെച്ചാൽ അങ്ങനെ നക്ഷത്രങ്ങളുണ്ട്. ഈ അനുജന്മ നക്ഷത്രം എന്ന് വെച്ചാൽ ഒരു നാളിന്റെ 10ാമത്തെ നാളും 19ാമത്തെ നാളും അത് അനുജന്മ നക്ഷത്രങ്ങളാണെന്നാണ് പറയുക. ഒരു നക്ഷത്രത്തിന്റെ 10ാമത്തെ നാളും 19ാമത്തെ നാളും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അശ്വതിയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് മകവും മൂലവും. അതേപോലെ ഭരണിയുടെ പൂരാടം. അപ്പൊ അതേപോലെ 10ാമത്തെയും 19ാമത്തെയും നാളിനെയാണ് അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയും. പിന്നെ അപരാഹനം എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ പകലിനെ 5ആയിട്ട് ഭാഗിക്കും. 5ആയിട്ട് ഭാഗിക്കുമ്പോൾ അതിൽ 4ാമത്തെ ഭാഗത്തിനെ പറയുന്ന പേരാണ് അപരാഹനം. അപ്പോൾ നാഴിക വെച്ച് കണക്കാക്കുമ്പോൾ 30 നാഴികയാണ് പകൽ, 30 നാഴിക രാത്രി. അപ്പൊ 6 നാഴിക വീതാണല്ലോ ഓരോ ഇതും വരിക. അപ്പൊ അതിൽ 4ാമത്തെ ഇത് വരും. 4ാമത്തെ യാമത്തിനെയാണ് പറയുക. 4 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ, ഈ 2 മണിക്കൂർ വെച്ച് കൂട്ടിയാലും മതി. അപ്പോൾ ഏകദേശം ശരിയാവും. 4ാമത്തെ ഇത് വരുമ്പോൾ അതിന് അപരാഹനം എന്നാണ് പറയുക.